റീൽസ് തോണ്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ചട്ടിപ്പത്തിരി എൻ്റെ കൺമുന്നിൽ വന്നത്. സംഭവം അടിപൊളി ടേസ്റ്റ് ആണെങ്കിൽ ഉണ്ടാക്കാൻ ഇത്തിരി പാടാണ്, പക്ഷേ ഇത് പഠിച്ചെടുത്താൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് വേവിച്ചെടുക്കണം മഞ്ഞൾ ഉപ്പും വെച്ചിട്ട്. പിന്നെ ഇതിൻ്റെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൈദയും ഒരു മുട്ടയും കുറച്ച് വെള്ളവും ഉപ്പും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മിക്സിയിൽ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്തിരി ലൂസായിട്ട് കിട്ടും. ഇത് വെച്ച് നമുക്ക് ചെറുതായിട്ട് ദോശ ചുട്ടെടുക്കണം കേട്ടോ. പിന്നെ ഇറച്ചി നല്ലോണം ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഇച്ചിരി ഓയിലും ഉള്ളി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇച്ചിരി കറിവേപ്പില ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി പിന്നെ ജീരകപ്പൊടി ഇത്രയും പൊടികൾ ചേർത്തൊന്ന് മിക്സ് ചെയ്തത് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ദോശയുടെ മാറ്റർ ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇവ നമുക്ക് ദോശ ചൂടാം. നമ്മൾ ചെറിയ ദോശയാണ് ചുടുന്നത് കേട്ടോ. ചെറിയൊരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ദോശയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് വലുതാണ് വേണമെങ്കിൽ വലുതായിട്ട് ഇടാം. അങ്ങനെയാണെങ്കിൽ മസാല ഇത്തിരി കൂട്ടി വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ചെറിയ ദോശ കാരണം ഇത്തിരി മസാല മതിയാവും. അങ്ങനെ നമുക്കൊരു 7 ദോശയെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇത് മുക്കിയെടുക്കാനായിട്ട് നമുക്ക് 3 മുട്ടയും കുറച്ച് പാല് ഉപ്പ് കുരുമുളക് പൊടി ഇത്രയൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ ദോശ ഇതിൽ മുക്കിയിട്ടാണ് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് ചെയ്യാനുള്ള കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചട്ടിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് നെയ്യൊന്ന് തടവിയ ശേഷം ഈ ബാറ്ററിൽ ആ ദോശ ഇതൊന്ന് മുക്കിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ്റെ ഇത് ഫില്ലിങ്സും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ലെയറായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ബാക്കി വന്ന മുട്ട മിക്സ് ഇതിന് മുകളിൽ കൂടെ ഒഴിക്കേ വേണ്ടു കേട്ടോ. ഒരു 10-20 മിനിറ്റെങ്കിലും ഇത് വെച്ചേക്കണം. പക്ഷേ ഇതൊരു അടികട്ടിയുള്ളൊരു പാത്രത്തിൽ അതിൻ്റെ മുകളിലായിട്ട് വെച്ചിരുന്നാലും മതിയായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ആവാത്ത കാരണം ചട്ടിയിൽ തന്നെ വെക്കുകയാണ് ചെയ്തത് കേട്ടോ. എന്നിട്ട് ഇത് അപ്പുറം ഇപ്പുറം വെന്തതിന് ശേഷം മറിച്ചിട്ട് കഴിഞ്ഞാൽ അടിപൊളി സ്നാക്കായിട്ടോ. അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ ടാറ്റാ.